അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രീമി പാസ്തയാണ്. ഒത്തിരി നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം. ഇതാണ് മെയിനായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ചൂടായ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബട്ടർ എപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ഈ പാസ്തയിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ രണ്ടിനെ കളർ നന്നായി ഒന്ന് ചേഞ്ചായി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട് പോകുന്ന ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമുക്ക് എപ്പോഴും അധികം വെന്ത് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് എൻ്റെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് തക്കാളിയാണ്. തക്കാളിയും അധികം ഒത്തിരി നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ടു. ഇനി ഇതിലേക്ക് വേറെ ഗ്രീൻ കളറൊന്നും നമ്മൾ ഇടാനില്ല, എല്ലാം നമ്മൾ ഇട്ടു. പക്ഷേ ഇത് അധികം ഞാൻ വേവിച്ചിട്ടില്ല. അപ്പം ഇതോടൊപ്പം തന്നെ ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഇടുന്നത്. കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല. കുരുമുളക് പൊടി എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട്, ഒരു 3/4 സ്പൂണോളം ഉണ്ട്. ഗരം മസാല ഒരു 1/4 സ്പൂണോളം മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം ഇതിൽ ഒത്തിരി മസാല പാസ്തയ്ക്ക് നല്ലതല്ല. അപ്പം നമ്മളുടെ മസാലക്കറി പോലെ ഒരു ടേസ്റ്റിലേക്ക് മാറിപ്പോകും. അതോടൊപ്പം തന്നെ ബട്ടറിൻ്റെയൊക്കെ നല്ല സ്മെല്ലിലും ഇത് നന്നായി വറുത്ത് വന്നപ്പം ആ മസാലയൊക്കെ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്കുള്ള ക്രീം റെഡിയാക്കുകയാണ്. ഈ ക്രീം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും കിട്ടും. ഇത് മാഗിയുടെ ഒരു സൂപ്പ് ക്രീമാണ്. മാഗിയുടെ സൂപ്പ് ക്രീം നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ സാധനം തന്നെ അതാണ്. അത് ഞാൻ മിൽക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നതാണ്. ഇത് മാഗിയുടെ മഷ്റൂം സൂപ്പാണ്, അതിൻ്റെ സൂപ്പ് പൗഡറാണ് കേട്ടോ. ഈ പൗഡർ നമുക്ക് മിൽക്ക് ഒഴിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ഒഴിച്ച് അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നന്നായി ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്, മാഗിയുടെ മഷ്റൂം സൂപ്പ് ക്രീം. ഈ പൗഡർ ഒരു പാക്കറ്റ് എടുത്തു. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ നോർമൽ മിൽക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഞാനിവിടെ ഉപയോഗിച്ചത് റെയിൻബോ മിൽക്കാണ്. അത് ഒത്തിരി നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് റെയിൻബോ മിൽക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോർമൽ മിൽക്കാണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിലും മതി. എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്കിത് കുറുക്കിയെടുക്കാം. അപ്പം നമ്മളുടെ വൈറ്റ് സോസ് പോലെ തന്നെ അതേ ടേസ്റ്റിൽ, അതിലും കൂടുതൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ നമുക്കിത് ഈ പാസ്ത റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് എടുത്തുള്ളൂ. എനിക്ക് ഒത്തിരി ക്രീമി ആയിട്ട് എൻ്റെ പാസ്ത ഇരിക്കുന്ന ഇഷ്ടമില്ല, എന്നാലൊരു ലൈറ്റായിട്ടൊരു ക്രീമി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് പാസ്ത കുറച്ച് കൂടുതലുണ്ട്. അപ്പം അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഞാൻ പാസ്ത ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ക്രീം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പാസ്ത റെഡിയായി. ഞാനിടയ്ക്ക് പാസ്ത ഉണ്ടാക്കുന്നതിന് കാരണം എൻ്റെ മോൾക്ക് പാസ്ത ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിടയ്ക്ക് അവൾക്ക് വേണ്ടി പല വെറൈറ്റിയും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ പാസ്ത നന്നായിട്ട് മസാലയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളുടെ സൂപ്പ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്, മഷ്റൂം സൂപ്പ് ക്രീം. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ കൂടുതൽ പൗഡർ നിങ്ങൾക്ക് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് മോസറല്ല ചീസ് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബട്ടറും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാണ്ട് മറക്കരുത്, കമൻറ്റും ഇടണേ. അപ്പോൾ പാസ്ത റെഡിയായി, ക്രീമി പാസ്ത. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മോസറല്ല ചീസും ബട്ടറുമാണ്. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കാൻ പോവുകയാണ്. ഇനി അത് നന്നായി ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അത് മെൽറ്റായി വരുന്നിടം വരെ, ഈ ചീസും ബട്ടറും ഒക്കെ ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ പാസ്ത റെഡിയായി, എല്ലാം ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ മഷ്റൂം സൂപ്പ് ക്രീം പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി പാസ്തയാണ്. അപ്പം ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്